കൂലി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പുതിയ വൻ തമിഴ് സിനിമയാണ്. രജനികാന്തിന്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് സൺ പിക്ചേഴ്സ് നിർമ്മിച്ച് അനിരുദ്ധ സംഗീതം നൽകി. രജനികാന്ത്, ആമിർ ഖാൻ, നാഗാർജുന, ഉപേന്ദ്ര, സൗബിൻ, ശ്രുതി ഹസൻ, സത്യരാജ് തുടങ്ങിയ വലിയ വലിയ താരനിരയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങളെല്ലാം തന്നെ മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ആദ്യത്തെ അഭിപ്രായങ്ങൾ ഓവർസീസിൽ നിന്നാണ് വന്നത്. പുലർച്ചെ 4 മണിക്കായിരുന്നു അവിടുത്തെ സിനിമയുടെ ആദ്യ ഷോ. അത് പ്രകാരം സിനിമ നിരാശപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ ആവറേജ് അഭിപ്രായങ്ങളെ നേരിടുത്തുള്ളായിരുന്നു. ആ അഭിപ്രായങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചപ്പോൾ തന്നെ പലരും അഭിപ്രായപ്പെട്ടു ഡിഗ്രേഡിംഗ് ആണ് എന്നൊക്കെ. എന്നാൽ ഇപ്പോഴത്തെ കേരളത്തിൽ ഇതുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ മലയാളത്തിലെ പല പ്രമുഖ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ കൂടുതൽ പേർക്ക് മനസ്സിലായിട്ടുണ്ട് പണി പാളിയിട്ടുണ്ട് എന്ന്. ഓവർസീസിൽ സിനിമ ആവറേജ് എന്നൊരു അഭിപ്രായമാണ് കൂടുതൽ നേരിടുത്തതെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആദ്യ പ്രതികരണങ്ങൾ മിക്സഡ് അഭിപ്രായങ്ങളാണ്. നല്ല അഭിപ്രായങ്ങളോടൊപ്പം തന്നെ വളരെ മോശം അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ ആവറേജ് അഭിപ്രായങ്ങൾ സിനിമ നേരിടുത്തിട്ടുണ്ട്. അതേസമയം പവർ ഇല്ല ഈ ലോകേഷിന്റെ സിനിമയ്ക്ക് എന്നൊരു അഭിപ്രായമാണ് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്ന മറ്റൊരു അഭിപ്രായം. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ലോകേഷിനെ വിശ്വസിച്ച് ഈ രജനികാന്ത് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തവരെല്ലാം തന്നെ നിരാശരാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ജയിലറിലെ അതേ രംഗങ്ങളെല്ലാം തന്നെ കൂലിയിലും കൊണ്ടുവരാനായിട്ട് ലോകേഷ് ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകേഷിന്റെ വീക്കായ സിനിമകളിൽ ഒന്നുകൂടിയാണ് കൂലി എന്നുകൂടിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. ഇതിനിടയിൽ കാസ്റ്റിന്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഒരാൾ ഒഴികെ മറ്റുള്ളവരെല്ലാം തന്നെ ഡീസന്റ് പ്രകടനമാണെങ്കിൽ ആമിർ ഖാനെ ഇവിടെ ബോളിവുഡിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്ന് കോമഡി പീസാക്കി മാറ്റിയിരിക്കുന്നു. നിക്കറിട്ട പയ്യനായിട്ട് എത്തിയ ആമിർ ഖാൻ സിനിമയിൽ വളരെ മോശമായിരുന്നു, ഒപ്പം തന്നെ വേസ്റ്റ് ആക്കി കളഞ്ഞു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിനിടയിലെ സിനിമയ്ക്ക് എന്തിനായിരുന്നു എ സർട്ടിഫിക്കറ്റ് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ലിയോയിൽ ഇതുപോലെ അത്രത്തോളം വയലൻസ് ഇല്ലല്ലോ കൂലിയിൽ, പിന്നെ എന്തിനാണ് എ സർട്ടിഫിക്കറ്റ് എന്നതാണ് പ്രധാന ഒരു ശക്തമായ ചോദ്യം. ആകെ മൊത്തത്തിൽ കൂലി എന്ന സിനിമ നിരാശാജനകമായ സിനിമ തന്നെയാണ്. എന്തായാലും കേരളത്തിലുള്ള സിനിമ മിക്സ്ഡ് അഭിപ്രായങ്ങളാണ്, ഓവർസീസിൽ ആവറേജ് അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങൾ വെച്ച് ഇനി സിനിമ ബോക്സ് ഓഫീസിൽ എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ആദ്യ വീക്കെൻഡ് കളക്ഷൻ സിനിമയ്ക്ക് നിർണായകമാണ്. കാത്തിരിക്കുക അപ്പോൾ അടുത്ത മണിക്കൂറുകളിലെ കൂലി വാർത്തകൾ കേട്ട്.